ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യഘട്ട കുറ്റപത്രം വേഗത്തിൽ നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം. കുറ്റപത്രം നൽകാത്തതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു തുടങ്ങിയതോടെയാണ് SITയുടെ നീക്കം. ഇതുവരെയുള്ള കണ്ടെത്തൽ ചേർത്ത് പ്രാഥമിക കുറ്റപത്രം അടുത്ത മാസം 15-ാം തീയതിക്കകം നൽകാൻ ആലോചന. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ ഷബീദ്, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അത് പ്രതിപക്ഷമടക്കം വിമർശനമായി ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച മുരാരി ബാബു, അതായത് ഈ കേസിലെ ബ്യൂറോക്രാറ്റ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രണം ചെയ്ത മുരാരി ബാബു ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചു. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ഏറുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കുറ്റപത്രം വേഗം നൽകാനുള്ള SITയുടെ നീക്കം. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് SITക്ക് ആവശ്യമാണ്. 2 ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം എത്ര അളവിലാണ്? രണ്ടാമത്തേത് ആ സ്വർണം എന്ത് ചെയ്തു, ആരൊക്കെയാണ് അതിന്റെ ബെനിഫിഷ്യറീസ്? ഇക്കാര്യത്തിൽ SITക്ക് ഇതുവരെയും ഒരു കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. തൊണ്ടി മുതൽ കിട്ടിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ട് എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. VSSയുമായി വീണ്ടും ചർച്ച നടത്താൻ നേരത്തെ കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ടിൽ കോടതിയെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചവർ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായത്. കൂടുതൽ പ്രതികൾ അങ്ങനെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കും എന്നുള്ള വിലയിരുത്തലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് VSSയുമായി വീണ്ടും ചർച്ച നടത്തി 9-ാം തീയതി ഇനി കൊടുക്കാൻ പോകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ കോടതിയെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ധരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം 15-ാം തീയതിക്ക് മുൻപ് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള നീക്കവുമായിട്ടാണ് SIT ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനു മുൻപ് അപ്രതീക്ഷിതമായ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാം. 2024-ലും സമാനമായി സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയിരുന്നു. അക്കാര്യം മരാമത്ത് വിഭാഗത്തെ അറിയിക്കാത്തത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം അറിയുകയും കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തുകയും ചെയ്യും എന്നുള്ള ഭയം കൊണ്ടാണെന്നും അത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള കണ്ടെത്തൽ SIT ഇന്നലത്തെ അന്വേഷണത്തിൽ ചില മൊഴികളുടെ അടക്കം അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരുന്നു. ഏതായാലും അതടക്കമുള്ള പല നിർണായക ചോദ്യം ചെയ്യലുകളും നമുക്ക് ഈ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.